ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ പതിവ് പോലെ പാലിനും ചായക്കുമുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യം പാല് മാറ്റി ഇനി ചായ റെഡിയാക്കണം. ഇന്നത്തെ ദിവസം ഭയങ്കര മൂഡൗട്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂഡൗട്ടെന്ന് പറയാൻ കാര്യം ഞാൻ തന്നെയാണ്. പിന്നെ തലേദിവസം പാത്രങ്ങളൊന്നും കഴുകിയില്ലായിരുന്നു, നമ്മുടെ സിങ്കിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചായ വെച്ചിട്ട് നമുക്ക് ആ പാത്രങ്ങളെല്ലാം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിള്ളേരുടെ പാലെല്ലാം മാറ്റി അതിനുള്ള ചായയും ഇട്ടിട്ട് പിന്നീടാണ് ഞാൻ പാത്രം കഴുകാൻ നിന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് അടുക്കള വൃത്തിയായിട്ട് കിടന്നാൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ് അല്ലേ? സാധാരണ അങ്ങനെയാണ്. പക്ഷേ ഇന്നലെ ഇപ്പം ഇത് മിനിഞ്ഞാന്നത്തെ വീഡിയോ, അതായത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ ഇന്ന് കാണുമ്പോൾ വെള്ളിയാഴ്ചത്തെ അല്ല, വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ കടല കുറച്ച് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മീനൊക്കെ എടുത്ത് വെളിയിൽ വെച്ചായിരുന്നു കേട്ടോ. ചൂര മീൻ കിട്ടിയായിരുന്നേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെടുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് വറുക്കാനായിട്ടുള്ളത് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചു. അപ്പോൾ പാത്രങ്ങൾ, അപ്പോൾ ചായപാത്രവും കൂടെ ചായ ഇട്ടിട്ട് ചായപാത്രവും കൂടെ സെറ്റാക്കി കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ പാത്രം കഴുകുന്നതിന് എന്തൊരു മോചനം നമുക്ക് കിട്ടാനേ ഇല്ല. ഒരു ചായ ഇട്ടാൽ പോലും ഒരു 6 പാത്രം നമുക്ക് വരും അല്ലേ? മാക്സിമം നമ്മൾ എത്ര ഒതുക്കി അടുക്കള ഇട്ടാലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ടോ, അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കയറിയിട്ടുണ്ടോ, അപ്പം പാത്രങ്ങൾ നിറയും. അത് മാത്രം ഒരു അന്തവും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ മീൻ കറിക്കുള്ള കൊച്ചുള്ളിയൊക്കെ ഉരിച്ചെടുക്കുകയാണ് കേട്ടോ. കൊച്ചുള്ളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഉരിച്ച് മാറ്റുവാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം എനിക്ക് ഇതിപ്പോൾ വ്യാഴാഴ്ചത്തെ വീഡിയോ ആണല്ലോ. അപ്പോൾ ബുധനാഴ്ച വൈകിട്ടാണ് ഈ മീൻ കിട്ടുന്നത് കേട്ടോ. ഞങ്ങളുടെ ഒരു അങ്കിള് കൊണ്ടുവന്നതാണ്. അപ്പം അപ്പോഴത്തന്നെ ഞാൻ വൃത്തിയാക്കി 2 ദിവസത്തേക്ക് മാറ്റി. അപ്പോൾ ഇന്നിപ്പം 2-3 അതിൻ്റെ തല അത്ര വലിയതൊന്നുമല്ല, ഒരു 4 കഷ്ണമാക്കാം നമ്മുടെ ചൂര. അപ്പോൾ അതിൽ നിന്ന് വറുക്കാനും 2 ദിവസത്തേക്കുള്ള കറിക്കുള്ളതെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലോട്ട് കയറ്റി. അപ്പം രാവിലെ എടുക്കുമ്പോൾ എളുപ്പമാണല്ലോ നമുക്ക്. അപ്പോൾ ഉള്ളിയെല്ലാം ഉരിച്ചു. ഇനി നമുക്ക് മീൻ കറിക്ക് നമുക്ക് പുളി വെള്ളത്തിൽ ഇടണം. ഇത് അത്യാവശ്യം പുളി, ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ പുളിയാണ് കേട്ടോ. അത് ലാസ്റ്റ് കിടക്കുന്നതാണ്. വലിയ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റി അത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞ് കടല ഞാൻ ജസ്റ്റ് ഒന്ന് മുളക് പൊടിയിട്ട് എടുക്കുവാണ്. അപ്പം കടല എടുത്തു. ഇത്രയും കളറ് നിങ്ങൾ കണ്ട് പേടിക്കേണ്ട. നമ്മളിനി ഇതിനകത്ത് കുറച്ച് കടല ഞാൻ അടിച്ചൊഴിക്കുന്നു ഒന്ന് കുറുകാനും വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ വെള്ളം പോലെ കിടക്കുന്നത് അത്ര വലിയ താല്പര്യമില്ല. ഇച്ചിരി ചാറും വേണം, എന്നാൽ ഇച്ചിരി കുറുകിയ കറിയായിരിക്കണം. അപ്പം ഞാൻ കുറച്ച് കടല എടുത്ത് മാറ്റി ജസ്റ്റ് ഒന്ന് അടിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേനും നമ്മുടെ കടലക്കറി ഒന്ന് കുറുകി കിട്ടും. അപ്പോഴത്തേനും നമ്മുടെ മീൻ കറിക്കുള്ള തേങ്ങയുടെയൊക്കെ വില എന്തോ ഒരു വിലയല്ലേ. അപ്പം കുറച്ച് അരമുറിയില്ല, അതിൻ്റെ കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. കുറച്ച് തേങ്ങ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വറുക്കാനായിട്ട്, നമ്മൾ തേങ്ങയും ഇതിങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് അറിഞ്ഞൂടാ, ഞാനിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം പക്കാ ഇതുപോലെയാണോ എന്ന് അറിഞ്ഞൂടാ. ഇത് എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യണത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കാണ് ആ റെസിപ്പി അറിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല. ചേർക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, മല്ലി പൊടിക്കാനായിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്നേ ഉള്ളൂ. മഴയല്ലേ, കഴുകി ഉണക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നത്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾ മല്ലി, അതായത് മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് പൊടിക്കുമ്പം നമ്മളെന്തായാലും അരയ്ക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പം ഞാനിതാ ചട്ടിയിലോട്ട് പുളിയും പിന്നെ മുളക്, ഉടങ്കൊല്ലി മുളകാണ് കേട്ടോ. അത് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. അപ്പം അതും ചേർത്ത് ഞാൻ ചട്ടി ചൂടാക്കിയതല്ല, തീ കത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ചൂടാക്കണമെന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ അരപ്പൊക്കെ ഒഴിച്ച് അത് തിളപ്പിക്കാനായിട്ട് വെച്ചേ. ഇനി മൂത്ത ആൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിലോട്ട് ലഞ്ച് ബോക്സിനായിട്ട് ദോശമാവ് ഉണ്ടായിരുന്നു. അങ്ങനെ ദോശ ചുട്ടു. അപ്പോഴത്തേനും നമ്മുടെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ മീനിട്ട് കേട്ടോ. മീനിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി. സാധാരണ സ്പൂൺ വെച്ച് ഇളക്കരുതെന്നാണ് പറയാറ്. എനിക്കിങ്ങനെ പിടിച്ച് ചുറ്റിക്കാനായിട്ടുള്ള ഒരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട്
അതൊന്ന് ജസ്റ്റ് ഇളക്കി. അപ്പോഴത്തേനും മീൻ കറി വെന്ത്. അത് കഴിഞ്ഞ് മീൻ കറി വെന്തു. അത് കഴിഞ്ഞ് ഞാൻ താളിച്ചിട്ടു കേട്ടോ. നമ്മൾ സാധാരണ കടുക് താളിക്കുന്ന പോലെ താളിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ലോഡ് പാത്രങ്ങളായി. അപ്പോൾ അതാ പാത്രങ്ങളെല്ലാം കഴുകി ഇനി വൃത്തിയാക്കി. പിന്നെ ഞാൻ മീൻ വറുക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തോ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അപ്പം ഇതാ എല്ലാം സെറ്റാക്കി. ഇത്രയും പാത്രങ്ങൾ ഇനി കഴുകാനുണ്ടായിരുന്നു, എല്ലാം കഴുകി. ഇതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടും കൂടെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ദോശമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി കുറച്ച് പുട്ടും കൂടെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതാണ് ആ പുട്ടുകൂടെ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇന്ന് കൊച്ചു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.